റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകളിൽ പെട്ടിട്ടുള്ളതാണ് ഖിയാമു റമദാൻ. റമദാൻ മാസത്തിലെ രാത്രി നിസ്കാരം. അല്ലാത്ത മാസങ്ങളിൽ നമ്മൾ രാത്രി നമസ്കാരമുണ്ട്, പക്ഷെ അത് നമ്മൾ സ്വന്തമായിട്ടാണ്, നമ്മുടെ വീട്ടിൽ വെച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ നമ്മൾ കൂട്ടും, ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ്. എന്നാൽ റമദാൻ മാസത്തിലുള്ള ഖിയാം എന്ന് പറയുന്നത് മറ്റു മാസത്തിലുള്ള നമസ്കാരങ്ങളെക്കാളും അതിന് ശ്രേഷ്ഠതയുണ്ട് എന്നു മാത്രമല്ല, അത് കുറച്ചുകൂടി വ്യാപകമായ തോതിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം അത് ജമാഅത്തായി നമസ്കരിച്ച് കാണിച്ചു കൊടുത്തു. 4ാമത്തെ ദിവസം റസൂലുള്ള നമസ്കരിക്കാൻ വേണ്ടി വന്നില്ല. ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എനിക്കറിയാതെ പോയതുകൊണ്ടല്ല, മറിച്ച് ഖശീതു അൻ യുഫ്റള അലൈക്കും. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഈ ആവേശവും ഈ താല്പര്യം മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് നിയമമാക്കുമോ, നിർബന്ധമാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. പിന്നെ അങ്ങനെ പോയി റസൂലുള്ളാഹിന്റെ കാര്യം. അതിനുശേഷം പിന്നീട് അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ വന്നു. അദ്ദേഹം കുറഞ്ഞ കാലമാണ് ഭരിച്ചത്. ആ കാലയളവിൽ ഒരുപാട് ഗൌരവതരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ നിര്യാണത്തോട് കൂടിയിട്ട് അറബ് ഗോത്രങ്ങളിൽ നിന്ന് പലരും ദീനിൽ നിന്ന് തന്നെ പുറകോട്ട് പോയി മുർത്തത്തുകളായി. ചില ആളുകളാണെങ്കിലോ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞിട്ട് സക്കാത്ത് മുടക്കി. വേറെ ചില ആളുകളാണെങ്കിലോ അവർക്ക് അവരുടേതായ നബിമാരെ പ്രഖ്യാപിച്ച് മുസൈലിമയെ പോലെയുള്ള ആളുകളെ നബിമാരായി പ്രഖ്യാപിച്ച് അവരുടെ പിന്നാലെ പോയി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ പോലെ തന്നെ പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് ഖിലാഫത്ത് ഏറ്റെടുത്തു അദ്ദേഹത്തിന് ശേഷം. അങ്ങനെ റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ അദ്ദേഹം നോക്കുമ്പോഴതാ രാത്രി നമസ്കാരം പല ഗ്രൂപ്പുകളായി നമസ്കരിക്കുന്നു. ഒരു ഇമാമ് ഒരു മൂലയിൽ നിസ്കരിക്കുന്നുണ്ട്, അയാൾ ദീർഘമായി ഓതുന്ന ഇമാമാണ്. അങ്ങനെ ദീർഘമായി നിൽക്കാൻ താല്പര്യമുള്ള കുറച്ചാളുകൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. വേറെ കുറച്ചപ്പുറത്ത് വേറെ ഒരു ഇമാമ് നിസ്കരിക്കുന്നു, അവർ കുറച്ചുകൂടി വേഗത്തിലാണ്. ഇങ്ങനെ ഒന്നിലധികം ജമാഅത്തുകളായിട്ടാണ് മസ്ജിദുൻ നബവിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അവരെല്ലാവരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് മുശാവറ നടത്തി. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇത് ചെയ്തു. റസൂലുള്ള ഇമാമായി നമസ്കരിച്ചു 3 ദിവസം. റസൂലുള്ള അത് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഫർളാകുമോ, വഹിയിറങ്ങുന്ന കാലഘട്ടമാണ്, ഇത് ഫർളാക്കപ്പെടുമോ എന്ന ഭയത്താൽ നബി അത് ഉപേക്ഷിച്ചു. ഇപ്പൊ അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഇനി ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജമാഅത്തുകളെ ഒഴിവാക്കിയിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരു ജമാഅത്തായിട്ട് ഖിയാമുൽ ലൈൽ ഏകീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ആ മുശാവറയിൽ ആരും അതിനെ എതിർത്തില്ല. ആ കാര്യം ഹഖാണ് എന്ന കാര്യം സ്വഹാബത്തിന്റെ ഇജ്മാ ആയി തീർന്നു. അങ്ങനെ അമറ ഉമറു ഉബയ്യ ഇബ്നു കഅബ് വ തമീം അദ്ദാരിയ അൻ യഖൂമ ലിന്നാസ് 11 റക്അത്ത്. ഉബയ്യ ഇബ്നു കഅബിനെയും തമീം അദ്ദാരിയെയും ഉമർ ഇബ്നുൽ ഖത്താബ് ഇമാമായി നിശ്ചയിച്ചു. അവരോട് പറഞ്ഞു, 11 റക്അത്ത് നിങ്ങൾ ജനങ്ങൾക്ക് നമസ്കരിച്ചു കൊടുക്കണം എന്നും പറഞ്ഞു. ഇത് ഇശാനസ്കാരത്തിന്റെ ശേഷമാണ്. ഇശാനസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി വന്നിട്ട് രാത്രിയിൽ ഇങ്ങിട്ട് വരുന്നതല്ല. കാരണം ഇത് മുസ്ലിംകളുടെ അവാമുൽ മുസ്ലിമീൻ, ആമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിംകളിൽപ്പെട്ട പൊതുവായ എല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ തൈസീർ ആവശ്യമാണ്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽപ്പെട്ടതുമാണ്. ആ 3 ദിവസം റസൂലുള്ള നമസ്കരിച്ചത് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം, അല്ലാണ്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ 2 മണിക്ക് എഴുന്നേറ്റ് വന്നതല്ല. ആ നമസ്കാരം നബി നീട്ടി നിസ്കരിച്ചപ്പോ ചിലപ്പോ ആദ്യത്തെ ദിവസം പിന്നെ രാത്രി പാതി വരെയായി, 2ാമത്തെ ദിവസം കുറച്ചും കൂടി നിന്നു, 3ാമത്തെ ദിവസം ഏതാണ്ട് രാത്രിയുടെ അവസാനം വരെ ഹത്താ ഹശീനൽ ഫലാഹ്, ഞങ്ങൾക്ക് ആ വിജയത്തിന്റെ ആ ഭക്ഷണം നഷ്ടപ്പെടുമോ അഥവാ സഹൂർ അത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി. അത് നബി തുടങ്ങിയത് ഇശാനസ്കാരത്തിന് ശേഷമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംകൾക്കുള്ള പൊതു ജമാഅത്ത്
അത് ഇശാ നമസ്കാരം കഴിഞ്ഞ് വേണമെങ്കിൽ അല്പം വിശ്രമിക്കാം, അല്ലാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദൻ ഉറങ്ങി എഴുന്നേറ്റിട്ടാവരുത്. അതുകൊണ്ട് തന്നെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഇമാമു സുന്ന അൽ മുബജ്ജൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇശാസ്കാരം കഴിഞ്ഞിട്ട് ജമാഅത്തായിട്ടുള്ള ഈ നിസ്കാരാണോ, അതല്ല കുറച്ച് കിടന്നുറങ്ങിയിട്ട് പിന്നെ വന്നിട്ടൊരു ജമാഅത്തുണ്ടാക്കലാണോ? സുന്നത്തുൽ മുസ്ലിമീന അഹബ്ബു ഇലൈ, മുസ്ലിമീങ്ങളുടെ സുന്നത്ത് ഇശാസ്കാരത്തിന് ശേഷമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് നബിന്റെ കാലത്ത് നടന്നത്. അതാണ് ഉമർ ഖത്താബ് പുനരുജ്ജീവിപ്പിച്ചത്. തമസ്സകൂ ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയ്യീന മിൻ ബഅദി. എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കൂ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ മുറുകെ പിടിക്കൂ. അഥവാ ഇശാ നമസ്കാരത്തിന്റെ ജമാഅത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്ന ഖിയാമു റമളാൻ, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്താണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിന് മറുപടി നൽകിയിട്ടുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇനിയിപ്പോ നോട്ടീസൊക്കെ ഇറങ്ങും, തറാവീഹ് നബി നിസ്കരിച്ചു, ഇശാസ്കാരത്തിന്റെ ശേഷം നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. ഇത് അങ്ങനെ അല്ലാതെ ഒറ്റപ്പെട്ട വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെട്ട ജമാഅത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ ഇത് മനസ്സിലാക്കുന്നിടത്ത് സൂഉൽ ഫഹം വേണ്ടതുപോലെ മനസ്സിലാക്കൂല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സൂഉൽ ഫഹ്മു അനില്ലാഹി വറസൂലി അസ്ലു കുല്ലി ബിദ്അത്തിൻ വളലാലത്തിൻ ഷൈഖ് ഫീ ദീനിൽ ഇസ്ലാം. മഹാനായ ഇസ്ദീൻ ശാരിഹു തഹാവിയ, അദ്ദേഹം ശറഹു തഹാവിയയിൽ പറഞ്ഞിട്ടുള്ള ഈ വചനം വളരെ പ്രസക്തമാണ്. എല്ലാവിധ ബിദ്അത്തുകളും വലാലത്തുകളും ഉണ്ടാകുന്നത് കാര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആളുകളുടെ തെറ്റായ ദുർഗ്രാഹ്യതയാണ്. അവർ തെറ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. നബി 3 ദിവസം നിസ്കരിച്ചുള്ളൂ, പിന്നെ ഒഴിവാക്കിയതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയത്? കാരണം അവിടെ തന്നെ പറഞ്ഞു. ആ 3 ദിവസം നബി നിസ്കരിച്ചത് ഇശാസ്കാരം കഴിഞ്ഞിട്ട് നബി അങ്ങോട്ട് പോയി കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദിന് ആളുകൾ വന്നതല്ല. ഇശാസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ അവിടെ കാത്തിരിക്കുകയാണ്. നബി അല്പസമയം വീട്ടിലൊന്ന് വിശ്രമിച്ചുങ്ങാണ്ട് വന്നു, അല്ലാതെ നബി ഉറങ്ങിയിട്ടില്ല. 3 ദിവസം ഉറങ്ങി വരുന്നതല്ല, രാത്രി 2 മണിക്ക് വന്നുങ്ങാണ്ട് നിസ്കരിച്ചല്ല. അത് നബിന്റെ സുന്നത്ത് അതാണ്. ഉമർ ഖത്താബിന്റെ സുന്നത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ നബിക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ ചില കാര്യങ്ങൾ നബിയുടെ കാലത്തായിട്ട് തുടരാനോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനോ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് ഖുലഫാക്കളുടെ കാലത്ത് ചെയ്യും. അതുകൊണ്ടാണ് എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ മുറുകെ പിടിക്കണം. ഖുർആൻ ജംഅ ചെയ്തത് അബൂബക്കർ സിദ്ദീഖാണ്. അത് പറ്റൂല, വിദ്യാർത്ഥാന്ന് പറയില്ല. കാരണം നബി എന്നെ അതിന്റെ മിസ്താഖിയ, അതിനുള്ള പ്രാമാണികത നബി വകവെച്ചു കൊടുത്തിട്ടാ പോയത്. എന്റെ ചര്യ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ രണ്ടും മുറുകെ പിടിക്കണം. കാരണം ഖുർആൻ ക്രോഡീകരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ കാലത്ത് സാധ്യമല്ല, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ നിര്യാണത്തോടു കൂടി വഹിയുടെ അവതരണം നിലച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഖലീഫ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് ചെയ്തു. അത് റസൂലുള്ളാഹ് അതിന് പ്രാമാണികത വകവെച്ചു കൊടുത്തു. എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് പോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ മുറുകെ പിടിക്കൂ. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം, റമളാനിലെ രാത്രി നമസ്കാരം നബിക്കൽ ചെയ്യാം, കാണിച്ചു കൊടുത്തു. പക്ഷെ അത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ഫർളാകുമോ എന്ന പേടി. ഫർളാകുമ്പോൾ അത് ഉമ്മത്തിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നബി ഉപേക്ഷിച്ചു. പിന്നെ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്തു. അതുകൊണ്ട് ഉമർ ഖത്താബിന്റെ ചെയ്തി അതിന്റെ പ്രാമാണികത നബി വകവെച്ചു കൊടുത്തു. തമസ്സകൂ ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. അതാണ് ആ കാര്യം. അതൊക്കെ ഇശാസ്കാരത്തിന് ശേഷം. ഇത് വിശുദ്ധ റമളാനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒന്ന് പാപമോചനം കിട്ടുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, റമളാൻ മാസത്തിൽ ആരാണോ രാത്രികാലങ്ങളിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടിയിട്ട് നമസ്കരിക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ മഗ്ഫിറത്തിന്റെ മാസമാണ് റമളാൻ. പിന്നെ ഹദീസിൽ കാണാം അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള ഇത്,
വറമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ അതിന്റെ അടുത്ത റമളാൻ വരെയുള്ളത്, മുകഫിറാത്തുൽ ലിമാ ബൈനഹുൻ, ഇവയെല്ലാം തന്നെ നിങ്ങളുടെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, തെറ്റുകളെ മറച്ചു പിടിച്ചു തരുന്ന കാര്യമാണ്. ഇദ ജുതുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ, വൻ പാപങ്ങൾ ഒരാൾ വെടിഞ്ഞു, അത് ചെയ്തിട്ടില്ല എങ്കിൽ, ളുഹർ നിസ്കരിച്ചു, പിന്നെ അസ്ർ നിസ്കരിച്ചു, അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തത് അസ്ർ നിസ്കാരം കൊണ്ട് പോയി, അസ്റിന് ശേഷം മഗ്രിബ് നിസ്കരിച്ചു, അതിനിടക്ക് നമ്മളിൽ നിന്ന് വന്നു പോയത് മഗ്രിബ് കൊണ്ട് പോയി. അതുപോലെ തന്നെ ഈ ജുമുഅ കഴിഞ്ഞിട്ട് അടുത്ത ജുമുഅ വരെ ഒരാഴ്ച നമ്മുടെ അടുക്കൽ വന്നു പോയത് അത് ജുമുഅ കൊണ്ട് പോയി. അതുപോലെ തന്നെ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ ഉള്ളത്, ഈ റമളാൻ മാസം പൂർണ്ണമായി നമ്മൾ ശരിയായ വിധം നോമ്പ് നോക്കുമ്പോൾ അതുകൊണ്ട് അത് തട്ടിപ്പോയി, അതൊക്കെ അന്ന് പുറത്തു വരും. പക്ഷേ വൻ പാപങ്ങൾ അതിൽ പെടില്ല. വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ റമളാന്റെ പ്രത്യേകത അറിയാലോ. പിന്നെ റമളാൻ എന്ന് പറയുന്നത് മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല النار فأبعده الله قل آمين فقلت آمين. അത് പ്രസിദ്ധമായ ഹദീസാണ്. റമളാൻ മാസം ഇത്രയധികം പാപങ്ങൾ പുറത്തു തരാനുള്ള വഴികൾ, അതിനുള്ള കർമ്മങ്ങൾ, അതിനുള്ള വേദികൾ അള്ളാഹു നമ്മുടെ മുന്നിൽ നൽകിയിട്ട് ഒരാൾ ആ റമളാൻ മാസം അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അയാളെ അകറ്റട്ടെ, അള്ളാഹു അദ്ദേഹത്തെ അകറ്റട്ടെ, നീ അതിന് ആമീൻ പറയൂ നബിയെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ ആ പ്രാർത്ഥനക്ക് ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ വലിയ ഒരു നഷ്ടം തന്നെയായിരിക്കും അത്. അതുപോലെ തന്നെ ഏറ്റവും അധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ഏറ്റവും അധികം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സന്ദർഭമാണത്. ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ ഉതഖാഅ മിനന്നാർ. റമളാനിലെ ഓരോ രാത്രികളിലും പകലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറച്ചാളുകളുണ്ട്. വഇന്ന ലികുല്ലി മുസ്ലിമിൻ ദഅവത്തുൻ യദ്ഉ ബിഹാ. അതുപോലെ തന്നെ റമളാനിൽ ഓരോ മുസ്ലിമിനും ഓരോ പ്രാർത്ഥനയുണ്ട്. യുഫയുസ്തജാബു ലഹു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന സന്ദർഭമാണ്. മളിന്നത്തുൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഏറെ പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റുന്ന ദിവസങ്ങളാണ്, രാത്രികളാണ് റമളാനിന്റേത്. അതുപോലെ തന്നെ അള്ളാഹു അവന്റെ ഫള് കൊണ്ട് നരകത്തിൽ നിന്ന് ഒരുപാട് പടപ്പുകളെ മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് റമളാനിന്റേത്. അതുപോലെ തന്നെ റമളാൻ ശരിക്ക് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ സിദ്ദീഖുകളിൽ, ശുഹദാക്കളിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, അറഅയ്ത ഇൻ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ് വസല്ലൈതുൽ ഖംസ് വഅതൈതു സകാ വസുംതു റമളാൻ വഖുൽതുഹു ഫമിമ്മ അന. ഞാൻ ഷഹാദത്തൈനി, അത് ശരിക്ക് സാക്ഷ്യപ്പെടുത്തി, നമസ്കരിച്ചു, സകാത്ത് കൊടുത്തു, നോമ്പ് നോൽക്കുകയും നോമ്പിന്റെ രാത്രിയിൽ നമസ്കരിക്കുകയും ചെയ്തു, ഞാൻ ആരുടെ കൂട്ടത്തിലായിരിക്കും നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, മിനസ് സിദ്ദീഖീന വശുഹദാ, താങ്കൾ സിദ്ദീഖുകളിലും ശുഹദാക്കളിലും പെട്ടവരായിരിക്കും.